നമസ്കാരം, ഞാൻ ഇന്നൊരു പുതിയ വീഡിയോയുമായി വീണ്ടും നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുണ്ട്. നമ്മളിന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു അടിപൊളി കോഴിക്കറിയാണ്. എല്ലാവർക്കും പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണിത്. തേങ്ങാപ്പാലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒരു കോഴിക്കറി. അപ്പോൾ ഇത് എന്തിൻ്റെ ഒപ്പമായാലും നമുക്ക് കഴിക്കാം. ചോറ്, അപ്പം, പൊറോട്ട, എൻ്റെ കഴിഞ്ഞ വീഡിയോയിലെ പിടി എല്ലാത്തിൻ്റെയും കൂടെ നമുക്കിത് ഉണ്ടാക്കാം. ഇത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു കിലോ ചിക്കനാണ് എടുത്താക്കുന്നത്. കഴുകി വൃത്തിയാക്കി ജസ്റ്റ് ഒന്ന് വരഞ്ഞു വെച്ചിട്ടുണ്ട്. കാശ്മീരി മുളക് പൊടി 1.5 സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, പിന്നെ കുറച്ച് ഗരം മസാല, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇനി നമുക്ക് കുറച്ച് നല്ല കട്ട തൈര്, അധികം പുളിയൊന്നുമില്ലാത്ത കട്ട തൈര് ഒരു 1.5 സ്പൂണും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി വേണ്ടുന്നത് കുറച്ച് കറിവേപ്പില, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഇനി നമുക്ക് നന്നായിട്ട് ഇതൊന്ന് കൈ വെച്ചിട്ട് മിക്സ് ചെയ്യണം. നമ്മൾ നന്നായിട്ടൊന്ന് ചിക്കൻ വരഞ്ഞു കൊടുത്താക്കുന്നതുകൊണ്ട് മസാല എല്ലാം ഇതിൽ നന്നായിട്ട് പിടിക്കും. അപ്പോൾ നമുക്ക് കൈ വെച്ച് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എല്ലാ ഭാഗത്തും മസാല പറ്റുന്ന രീതിയിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇനി ഒരു 1-2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ ഞാനിതൊരു ഫ്രീസറിലൊരു അരമണിക്കൂർ എടുത്തു വെക്കാൻ പോവുകയാണ്. ആ സമയം കൊണ്ട് നമുക്കിത് എൻ്റെ ഇത് അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ചട്ടി ചൂടാക്കി അതിൽ എണ്ണ ഒഴിച്ചു. എണ്ണ ചൂടാകുമ്പോൾ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കനൊന്നും അധികം അങ്ങനെ അടിയിൽ പിടിക്കുകയില്ല. നമുക്കിനി ഓരോ കഷ്ണങ്ങളായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ കരിവേപ്പില ഇടുമ്പോൾ ഒരു നല്ല സ്മെല്ലും കിട്ടും, ചിക്കൻ ടേസ്റ്റ് കൂടുകയും ചെയ്യും. അപ്പോൾ നമുക്കിങ്ങനെ ഓരോ പീസായിട്ട് ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇടുന്നത് നന്നായിരിക്കും. നമ്മളിപ്പം തീ അധികം ഹൈ ഫ്ലെയിമിലൊന്നും വെക്കരുത്. ആദ്യം ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചൂടാക്കി കഴിയുമ്പോൾ ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം. എന്നിട്ട് നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ അധികം അങ്ങോട്ട് ഫുള്ള് വെന്തങ്ങ് ഒത്തിരി ഡ്രൈ ഫ്രൈ ആവണ്ട, ഒരു മീഡിയത്തിൽ നിന്നാൽ മതി. മീഡിയം മിക്സ്. അപ്പോൾ നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു പരുവം മതിയാവും. നമുക്കതിനെ ഒന്ന് എണ്ണയിൽ നിന്ന് മാറ്റി എടുക്കാം. അപ്പോൾ നമ്മൾ ചിക്കന് മാറ്റി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഫ്രൈ ചെയ്ത ചിക്കൻ ഈ ഒരു പരുവത്തിൽ ആക്കിയിട്ടുണ്ട്. നമുക്ക് ഇനി സമയം കൊണ്ട് ഇതിനുള്ള മസാല റെഡിയാക്കണം. അപ്പോൾ കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില എല്ലാം എടുത്തിട്ടുണ്ട്. ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളി നീളത്തിലാണ് അരിഞ്ഞാക്കുന്നത്. ചതയ്ക്കുന്നത് അങ്ങനെ ആവാം. പിന്നെ കുറച്ച് സവോള, ഞാനതൊരു 2 വലിയ സവോളയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നമുക്കൊരു ചട്ടി വെച്ചിട്ട് ഉരുളി വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടാകുമ്പോൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഒന്ന് നടുവേ കീറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നാടൻ കോഴിക്കറി വെക്കുമ്പോൾ എപ്പോഴും ഇഞ്ചിയും വെളുത്തുള്ളി നീളത്തിൽ അരിയുന്നതായിരിക്കും നല്ലത്. അല്ലാത്ത ചിക്കൻ കറി വെക്കുമ്പോൾ നമുക്ക് ചതച്ചിടുമ്പോൾ അതായിരിക്കും ടേസ്റ്റ് കൂടുതൽ. ഇപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് വാടിയതിന് ശേഷം നമുക്ക് നീളത്തിൽ അരിഞ്ഞു വെച്ചാക്കുന്ന സവോളയും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഞാനിപ്പോൾ ഇതിനൊപ്പം ഉപ്പൊന്നും ഇടുന്നില്ല കേട്ടോ, പിന്നെ ഉപ്പിടുന്നുള്ളൂ. കുറച്ച് കറിവേപ്പിലങ്ങളെ ഇട്ടും കൂടെ കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നന്നായിട്ട് നല്ല ബ്രൗൺ കളറായി വരണം. നന്നായിട്ടങ്ങ് വഴറ്റിയെടുക്കാം സവോള. പിന്നെ അത് കുറച്ച് എണ്ണ കുറവുണ്ട്. അപ്പോൾ ഞാൻ നമ്മുടെ ചിക്കൻ വറുത്ത എണ്ണയ്ക്കകത്തുനിന്ന് കുറച്ച് എണ്ണ ഇതിനകത്തേക്ക് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് കളർ ചേഞ്ചും വന്നിട്ടുണ്ട് കണ്ടോ. അപ്പോൾ നമുക്ക് ആ എണ്ണ കളയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഞാൻ ആദ്യം സവോള വഴറ്റിയപ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഇതിനകത്ത് നിന്ന് 1 സ്പൂണും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സവോള ഇപ്പോൾ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഈ ഒരു പരുവം എത്തിയാൽ മതി. ഇനി നമുക്ക് കുറച്ച് ഇതിനകത്തേക്ക് ആവശ്യമായ മസാല ഇട്ട് കൊടുക്കണം. ഞാനിപ്പോൾ ഇവിടെ ഒരു 2 സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ തീ എപ്പോഴും ഈ സമയത്ത് ലോ ഫ്ലെയിമിൽ വെക്കാൻ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഇനി നമുക്ക് വേണ്ടുന്നത് എരിവുള്ള മുളക് പൊടിയാണ്. അത് ഞാനൊരു 2 സ്പൂൺ ഇട്ട് കൊടുത്തു. പിന്നെ കാശ്മീരി മുളക് പൊടി കളറിന് വേണ്ടിയിട്ട് 1 സ്പൂണും പിന്നെ കുറച്ച് മഞ്ഞൾ പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കുരുമുളക് പൊടി. എന്നിട്ട് ഇനി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യുക. അപ്പം നമ്മുടെ മസാല എല്ലാം നന്നായിട്ട് ചൂടാവണം. നന്നായിട്ട് ഇളക്കി കൊടുക്കും, അടിയിൽ പിടിക്കാണ്ട് കരിയൊന്നും ചെയ്യരുത്. കണ്ടോ, അപ്പോൾ നമുക്ക് നല്ല കളറൊക്കെ ചേഞ്ച് വന്നു. നമ്മുടെ മസാല എല്ലാം മൂത്തിട്ടുണ്ട്, നല്ലൊരു സ്മെല്ലും വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പരുവം മതിയാവും. കണ്ടോ, ഇങ്ങനെ ആയിട്ടുണ്ട് നമ്മുടെ. ഇനി നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. എല്ലാ ചിക്കനും എല്ലാ ഭാഗത്തും മസാല പിടിക്കുന്ന രീതിയിൽ
നന്നായിട്ട് മിക്സ് ചെയ്യുക. നമ്മൾ ഇതുവരെ ഉപ്പിട്ട് കൊടുത്തിട്ടില്ല, നമുക്കിനി ഉപ്പിടാനുണ്ട്. മറന്നുപോയതല്ല, നമ്മൾ ലാസ്റ്റ് പിന്നെയാണ് ഉപ്പിടുന്നത്. നമുക്ക് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ്റെ എല്ലാ ഭാഗത്തും ഒരു 5 മിനിറ്റ് ഇങ്ങനെ ഇളക്കി കൊടുക്കാം നമുക്ക്. നമ്മൾ കണ്ടോ 2ാം പാലും 1ാം പാലും റെഡി ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു ബൗളിനകത്ത്. അപ്പോൾ നമുക്ക് ആദ്യം ആ ഒരു വലിയ ബൗളിൽ 2ാം പാൽ ഒഴിച്ച് കൊടുത്തിട്ട് ചിക്കൻ വേവിച്ചെടുക്കണം. നമ്മൾ 2ാം പാൽ ഒഴിച്ച് കൊടുത്തു. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ഈ സമയത്ത് നമുക്ക് തീ ഇച്ചിരി അല്പം കൂട്ടി വെക്കാം. നമുക്കിത് നന്നായിട്ട് തിളച്ച് കിട്ടണം. നന്നായിട്ടൊന്ന് എല്ലായിടത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നമ്മൾ ഉപ്പിട്ടിട്ടില്ല, നമുക്കിനി ഉപ്പിടാനുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്യുക. ഇനി നമുക്കിത് തീ കൂട്ടി വെച്ച് നന്നായിട്ട് തിളയ്ക്കണം. അപ്പോൾ നമ്മുടെ കറി തിളച്ച് വരുന്നുണ്ട്. കണ്ടോ, തിളച്ച് നമ്മുടെ ഇതൊക്കെ ഏകദേശം എല്ലാ ഭാഗവും തിളച്ച് റെഡിയായി വരുന്നു. ഇനി കുറച്ചും കൂടെ നമ്മൾ ചിക്കൻ വേവിച്ചിട്ടുണ്ട്. ഇനി കുറച്ച് സമയം കൂടി ഇരുന്നൊന്ന് വെന്ത് കിട്ടിയാൽ മതി. നമുക്കിനി കുറച്ച് നേരം ഒന്ന് മൂടി വെച്ച് വേവിക്കാം. ഒരു 10-15 മിനിറ്റ് വേവിച്ചാൽ മതി. അപ്പോൾ നമ്മുടെ കറി ഏകദേശം റെഡിയായി വരുന്നുണ്ട്. കണ്ടോ, മേളിൽ എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട് കറി. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഉപ്പ് ഒക്കെ നോക്കണം. അപ്പോൾ നമുക്ക് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഇടുകയൊക്കെ ചെയ്യണം. നമ്മൾ ചിക്കൻ ഓൾറെഡി ഉപ്പ് വരട്ടിയിട്ടാണ് വറുത്താക്കുന്നത്, മസാലയിൽ ഇട്ടിട്ടുണ്ട്. എന്നാൽ നമുക്ക് ഈ സമയത്ത് നോക്കുക, കുറവുണ്ടെങ്കിൽ നമുക്ക് ആഡ് ചെയ്യണം. അപ്പം ഞാൻ നോക്കി ഉപ്പെല്ലാം കറക്റ്റാണ്, പാകത്തിനാണ്, നമുക്കിനി ഉപ്പിടേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ കറി നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിന് മതിയാവും. ഇനി നമുക്ക് ലാസ്റ്റ് കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കാം. നമ്മൾ ലാസ്റ്റാണ് ഇടുന്നത്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. നമ്മുടെ എണ്ണയൊക്കെ നല്ല തെളിഞ്ഞ് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കറി. ഈ സമയത്ത് നമ്മളിനി മാറ്റി വെച്ചേക്കുന്ന 1ാം പാലെടുത്ത് ഒഴിക്കുക. ഈ സമയത്ത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക, തീ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം. അധികം തിളയ്ക്കാൻ അനുവദിക്കരുത്. പാലൊന്ന് ചൂടാവുകയേ പാടുള്ളൂ. അപ്പോൾ നമ്മുടെ കറി, നാടൻ കോഴിക്കറി റെഡി ആയിട്ടുണ്ട്. നമുക്ക് കുറച്ചിനി മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കാം. കണ്ടോ, നല്ല അടിപൊളി സ്വാദിഷ്ടമായ കോഴിക്കറി റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ഇടുക. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. താങ്ക്